നേടിയതിന്റെയും നഷ്ടപ്പെടുത്തിയതിന്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം നഷ്ടപ്പെടുത്തിയതിനു തന്നെയാണ്. അതിനാൽ ഏറ്റവും വലിയ നഷ്ടം ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരികെ ലഭിക്കാത്ത ഇന്നലെകളും. പലപ്പോഴും ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ആളുകൾക്ക് നമ്മുടെ അടുത്തുള്ളവരെക്കാൾ സന്തോഷം നൽകാൻ കഴിയും. നമ്മുടെ ഒരു നിമിഷത്തെ ദേഷ്യം മണിക്കൂറുകൾ വരെ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തും. കൈവിട്ട് കളഞ്ഞതെന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടില്ല. കാരണം കാലത്തിനു മനുഷ്യനേക്കാൾ വാശിയാണ്. സ്നേഹിക്കാൻ നല്ലതു മിണ്ടാപ്രാണികളാണ്. ദേഹം മുറിവേൽപ്പിച്ചാലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹൃദയം മുറിവേൽപ്പിക്കില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങൾ ഇരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങൾ ആയിരിക്കും. ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും. അത് കഴിയുമ്പോൾ അവർക്കും നമ്മൾ ആരുമല്ലാതാകും. ബന്ധങ്ങൾ പിരിയുക എന്നത് വളരെയേറെ വേദനയുണ്ടാക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ്. അതൊരിക്കലും ഒരു നഷ്ടമല്ല. നിങ്ങൾ എന്തുമാത്രം സന്തോഷവാനായിരിക്കുന്നു എന്നതല്ല, മറിച്ച് നിങ്ങൾ കാരണം മറ്റുള്ളവർ എത്രമാത്രം സന്തോഷവാന്മാരായി കഴിയുന്നു എന്നതാണ് ജീവിതത്തിന്റെ മൂല്യം. തന്റെ മുന്നിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം. നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കരുത്, തലച്ചോർ കൊണ്ട് ചിന്തിക്കുക. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാണ് മിക്കപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. ചുറ്റും നോക്കിയാൽ മുന്നോട്ടു പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെ തന്നെയാണ്. മനുഷ്യൻ നന്നാവണം. പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും ശുദ്ധി വേണം. നിസ്വാർത്ഥമായ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. സന്തോഷമെന്നത് ആരും വാങ്ങിത്തരുന്ന ഒന്നല്ല, നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പെരുമാറ്റത്തിലൂടെ, സ്നേഹത്തിലൂടെ, കരുണയിലൂടെ അത് നേടിയെടുക്കുക. സൈക്കോളജി പറയുന്നു, മറ്റുള്ളവരെ കാണുമ്പോൾ ആവശ്യത്തിലധികം സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾ കപട സ്നേഹത്തിന് ഉടമകളായിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുതലാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.